മഞ്ഞുപോലെ വെണ്മയേറിയ ലില്ലിപ്പൂക്കൾ നിറഞ്ഞ ഒരു പൂന്തോട്ടം. അതിൻ്റെ ഒരു കോണിൽ ഞാൻ നിൽക്കുന്നു. തോട്ടത്തിന് നടുവിൽ കൈനിറയെ പൂക്കളുമായി അവൾ നിൽക്കുന്നു. മരിയ ഗൊരേത്തി. അവൾ എന്നെ വിളിച്ചു. ഞാൻ മടിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൾ എൻ്റെ കൈകളിലേക്ക് ഒരു പിടി പൂക്കൾ തന്നു. പക്ഷേ എൻ്റെ കൈകളിൽ വീണപ്പോൾ ആ പൂക്കളെല്ലാം തീ കനലുകളായി മാറി. അവ എൻ്റെ കൈകളെയും ശരീരത്തെയും പൊള്ളിച്ചു. ഭീകരനായ പാപിയെന്ന് ലോകം മുഴുവൻ മുദ്രകുത്തിയ അലക്സാണ്ടർ വൈദികന് മുൻപിൽ പിന്നെയും അനുതപിച്ച് കരഞ്ഞു. അച്ചോ, എന്നെ രക്ഷിക്കണം. തീക്ഷണമായ തീക്കുണ്ടത്തിൽ കിടന്ന് ഞാൻ നീറുകയാണ്. അതെ, മരിയ ഗൊരേത്തി ഒരു വിശുദ്ധയാണ്. അതെ അച്ചോ, അവൾ ഒരു വിശുദ്ധയായിരുന്നു അച്ചോ. 27 വർഷങ്ങൾക്ക് മുൻപ് ശിക്ഷിക്കപ്പെട്ട അലക്സാണ്ടർ ഇന്ന് ജയിൽ മോചിതനാവുകയാണ്. തന്റെ കുത്തേറ്റു മരിച്ച പെൺകുട്ടി സ്വർഗത്തിൽ നിന്നും വർഷിച്ച പുഷ്പങ്ങൾ വേണ്ടി വന്നു അയാളിൽ മാനസാന്തരമുണ്ടാക്കാൻ. അവൾ നൽകിയ കുളിർമയുള്ള പൂക്കൾ തീ കനലുകളായി മാറി അദ്ദേഹത്തിന്റെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അലക്സ്? അച്ചോ, ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനാവണം. ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് എന്നോട് ക്ഷമിച്ച മരിയയെയും എൻ്റെ ദൈവത്തിനെയും ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്തായാലും ജീവിക്കുന്ന മരിയയുടെ അമ്മയെ പോയി ഒന്ന് കാണണം. ആദ്യമായി അവരോട് എനിക്ക് എല്ലാത്തിനും മാപ്പ് ചോദിക്കണം അച്ചോ. അതെന്തായാലും നന്നായി. അങ്ങനെ ഒരു ചിന്ത നിന്റെ ഉള്ളിൽ നിന്ന് വന്നല്ലോ. എന്തായാലും ഞാനും നിന്റെ കൂടെ വരാം. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് വൈദികനും അലക്സാണ്ടറും കൂടി അസൂന്തയുടെ വീട്ടിലേക്ക് ആ ദിവസം എത്തി. അസൂന്ത, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. മോനെ അലക്സ്. അമ്മ, എന്നോട് ക്ഷമിക്കണം അമ്മ. മരിയ അവളൊരു പാവമായിരുന്നു. പാവമായ മരിയെ പിന്നെ നീ എന്തിനാ മോനെ? അമ്മേ, എന്റെ മനസ്സിലെ ക്രൂരതകളും ദുഷിച്ച ചിന്തകളുമാണ് അമ്മേ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. അമ്മ എന്നോട് ക്ഷമിക്കില്ലേ? മോനെ, മരിയ നിന്നോട് ക്ഷമിച്ചു. ദൈവവും നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ നിന്നോട് ക്ഷമിക്കാതിരിക്കും? അമ്മ എന്നോട് ക്ഷമിച്ചാലും ആ ദിവസത്തെ ആ ഇരുണ്ട ഓർമ്മകൾ എന്നെ ഇപ്പോഴും വേട്ടയാടുന്നു. അതെ, ഞാൻ മറക്കാൻ ആഗ്രഹിച്ച ആ ദിവസം. ഇരുപത്തേഴ് വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിലെ കൊറിനാൾഡോയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മരിയ ജനിച്ചത്. മരിയയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ തന്നെ തന്റെ പിതാവ് ലിയൂജി മരണപ്പെട്ടു. അതോടെ കുടുംബഭാരം മുഴുവൻ മരിയയുടെ ചുമലിലായി. അവളുടെ അമ്മ അസൂന്ത അവൾക്ക് പാപത്തെപ്പറ്റിയും ക്രിസ്തീയ നന്മകളിൽ എങ്ങനെ വളരണമെന്നും ഉള്ള അടിസ്ഥാനം എപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്നു. മരിയേ, അമ്മ പോകട്ടെ. അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എല്ലാം വിഷമമാണ്. വിദ്യാലയത്തിൽ പോയി പഠിക്കേണ്ട നീ ഇവിടെ വീട്ടുജോലികളും എടുത്ത് കുട്ടികളെയും നോക്കി ഇങ്ങനെ കഴിയുന്നത് കാണുമ്പോ എന്റെ മനസ്സ് തകരെയാണ് മോളെ. അതൊന്നും സാരമില്ല അമ്മേ. ഈ വീടിനെ ഇങ്ങനെ കൊണ്ടു നടക്കാനായി അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനും കാണുന്നുണ്ടല്ലോ. മരിയേ, അമ്മ പോവട്ടെ. നീ എല്ലാം നോക്കിക്കോളണം. ഈശോ നിന്റെ കൂട്ടിനുണ്ടാവും. മരിയയും കുടുംബവും താമസിച്ചിരുന്ന അതേ കെട്ടിടത്തിൽ തന്നെ മറ്റൊരു കർഷക കുടുംബവും താമസിച്ചിരുന്നു. ആ കുടുംബത്തിലെ ഒരു യുവാവ് പലപ്പോഴും മരിയയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. മരിയ ഒറ്റയ്ക്കാകുന്ന ഒരു അവസരവും നോക്കി കാത്തിരിക്കുകയായിരുന്നു അലക്സാണ്ടർ. മരിയ, നീ ഇവിടെ ഇരിക്കുകയാണോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. പറയൂ. ഇല്ല, നീ എന്റെ മുറിയിലേക്ക് വരൂ. ഞാൻ നിന്റെ മുറിയിലേക്ക് ഒരിക്കലും വരില്ല. മരിയ, നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല,
ഞാൻ നിന്നെ ഒരു കാരണവശാലും അനുസരിക്കില്ല. എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീയും നിന്റെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. അലക്സാണ്ടർ, നിന്റെ ഉദ്ദേശവും നിന്റെ മനസ്സും ശുദ്ധിയുള്ളതല്ല. നിന്റെ ചിന്തകൾ തെറ്റാണ് അലക്സാണ്ടർ. നീ ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്റെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പാപമാണ് അലക്സാണ്ടർ. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല അല്ലേ? അലക്സാണ്ടർ, എന്നെ ഉപദ്രവിക്കരുത്. അത് പാപമാണ് അലക്സാണ്ടർ. മരിയ, ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നീ മരിക്കേണ്ടി വരും. ഇല്ല, ഒരു കാരണവശാലും ഞാൻ നീ പറയുന്ന ഈ പാപം ചെയ്യാൻ സമ്മതിക്കില്ല. മരിച്ചാലും സമ്മതിക്കില്ല. മരിയ, പറയൂ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയൂ മരിയ. മരിയ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയൂ മരിയ. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ദയവായി ഇത് ചെയ്യരുത്. നീ നരകത്തിൽ പോകും അലക്സാണ്ടർ. ഞാൻ മരിച്ചാലും ഈ പാപം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മരിക്കാൻ നിനക്ക് ഭയമില്ല അല്ല മരിയ? എങ്കിൽ പിന്നെ എനിക്ക് കൊല്ലുവാനും മടിയില്ല മരിയ. ഈശോയേ, ഈശോയേ, അമ്മേ, ഈശോയേ, ഈശോയേ, എൻ്റെ അമ്മേ, ഈശോയേ, ഈശോയേ. വീണ് പിടയുന്ന മരിയയെയും അവിടെ ഉപേക്ഷിച്ച് അലക്സാണ്ടർ ഓടിമറഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാരും മസൂന്തയും കൂടി മരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മരിയയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? പനിക്കുന്നുണ്ടല്ലോ. മുറിവുകളെല്ലാം നല്ല ആഴത്തിലുള്ളതാണ്. ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യാനുമുണ്ട്. പക്ഷേ അത് നമുക്കിനി സാധിക്കില്ല. മരിയ, നീ നന്നായി പ്രാർത്ഥിക്കണം. ഈശോയുടെ സഹനങ്ങൾ ഓർക്കുമ്പോൾ അത് നിനക്ക് ആശ്വാസം നൽകും. മോളെ, എന്റെ പൊന്നു മോളെ. അമ്മേ, എനിക്ക് അലക്സാണ്ടറിനെ ഒന്ന് കാണാൻ കഴിയോ അമ്മേ? അവനിങ്ങനെ ചെയ്തത് എന്തിനായിരിക്കും മോളെ? അവനിലെ ദുഷിച്ച ചിന്തയാണ് അമ്മേ അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. മരിയെ, നിനക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമോ? നമ്മുടെ ഈശോ കുരിശിൽ കിടന്ന് ശത്രുക്കളോട് ക്ഷമിച്ചതുപോലെ. എന്റെ ഈശോ ക്ഷമിച്ചതുപോലെ ഞാനും അവനോട് ക്ഷമിക്കുന്നു. ആ മുഖത്ത് പ്രകാശം നോക്കൂ. അവൾ അലക്സാണ്ടറിനോട് ക്ഷമിച്ചിരിക്കുന്നു. മോളെ, നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ അവനോട് ക്ഷമിക്കുന്നു. കാരണം അവനും എന്റെ കൂടെ സ്വർഗത്തിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. മോളെ, 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 എന്റെ പൊന്നു മോളെ, ഈശോയേ, മോളെ, മോളെ. 1980 ജൂൺ 24 12ാം പിയൂസ് മാർപ്പാപ്പ മരിയയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആ ചടങ്ങിൽ മരിയയുടെ അമ്മയും പങ്കെടുത്തു. എന്റെ ശരീരം കഷണം കഷണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല എന്നു പറഞ്ഞ് വിശുദ്ധയായ വിശുദ്ധ മരിയ ഗുരേത്തി ആയിരക്കണക്കിന് യുവജനങ്ങളെ വിശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും വിശുദ്ധയെ പോലെയാവാം. Maria Goretti